الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ള തഖ്വയുള്ള ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ കഴിഞ്ഞു പോയെങ്കിലും നമുക്ക് കുറെ പാഠങ്ങൾ പകർന്നു നൽകിയ കലാലയമായിരുന്നു വിശുദ്ധ റമളാനും വ്രതാനുഷ്ഠാനവും. മനസ്സിരുത്തി നാം ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ പരിശുദ്ധ റമളാനിൽ നിന്ന് കുറേയേറെ പാഠങ്ങൾ പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കേണ്ട പല സന്ദേശങ്ങളും അതിലുണ്ട് എന്ന് കാണുവാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നാം ചെയ്യുന്ന കർമ്മങ്ങളുടെ വലിപ്പ ചെറുപ്പങ്ങളല്ല അതിനെ മഹത്തരമാക്കുന്നത്, മറിച്ച് ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി പടച്ചറബിന് സമർപ്പിക്കുവാൻ സാധിക്കുന്ന കർമ്മങ്ങൾ ഏതുണ്ടോ അതായിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ വിലയുള്ളത്, സ്ഥാനമാനങ്ങളുള്ളത്. ഒരാൾ ലക്ഷങ്ങൾ മുടക്കി മാസങ്ങൾ നീണ്ട പ്രയത്നങ്ങളിലൂടെ ഹജ്ജിന് പോയി എന്ന് സങ്കല്പിക്കുക. എന്തിനാണ് നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ പോയത് എന്ന് അയാളോട് തന്നെ ചോദിച്ചാൽ ചിലപ്പോൾ
ആളുകൾക്കിടയിൽ ഞാനൊരു ഹാജിയാരാകണം, അല്ലെങ്കിൽ ആ ഒരു പേര്, അല്ലെങ്കിൽ മറ്റു വല്ല ഭൗതിക ലാഭവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് എങ്കിൽ അയാളുടെ സമയവും സമ്പത്തും എല്ലാം വൃഥാവിലായി. നേരെ മറിച്ച് പടച്ച റബ്ബ് എന്നോട് ബാധ്യതയാക്കിയ നിർബന്ധമായൊരു കർമ്മം, എനിക്ക് ശാരീരികമായി കഴിവുണ്ട്, സാമ്പത്തികമായി കഴിവുണ്ട്, അതുകൊണ്ട് പടച്ച റബ്ബ് ഏൽപ്പിച്ച ആ ബാധ്യത, ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ ഞാൻ ഹജ്ജിന് പോയി എന്നാണ് ഉത്തരമെങ്കിൽ അയാളുടെ കർമ്മത്തിന് വലിയ സ്ഥാനമാനങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. പടച്ച റബ്ബ് വിശുദ്ധനാണ്, വിശുദ്ധമായതല്ലാതെ, സംശുദ്ധമായതല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല. അവിടുന്ന് പറഞ്ഞു, മൻ തസദ്ദഖ ബിഅദ്ലി തംറത്തിൻ മിൻ കസ്ബിൻ ത്വയ്യിബ്. നല്ല സമ്പാദ്യത്തിൽ നിന്ന് ഒരാൾ ഒരു കാരക്കച്ചുളയോളം ദാനമായി നൽകിയാൽ അള്ളാഹു അയാളിൽ നിന്ന് സ്വീകരിക്കുകയും അത് വളർത്തി വലുതാക്കി പരിപോഷിപ്പിച്ച് ഉഹുദ് മലയോളമാക്കി അയാൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യും എന്നും ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഇഖ്ലാസോടുകൂടി റിയാഇന്റെ യാതൊന്നും കലരാതെ ആളുകൾ എങ്ങനെ കാണുന്നു, വിലയിരുത്തുന്നു എന്ന ആളുകളുടെ അംഗീകാരത്തിനും കയ്യടിക്കും വേണ്ടി ചെയ്യാതെ പടച്ച റബ്ബിന് വേണ്ടി നിഷ്കളങ്കമായി ചെയ്യുന്ന കർമ്മങ്ങളാണെങ്കിൽ അതിന് വലിയ പ്രതിഫലമുണ്ട് എന്നുള്ള പാഠം റമളാനിലൂടെ, നോമ്പിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖാല അല്ലാഹു തആല അന അഗ്ന ശുറകാഇ അനി ശിർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാതൊരുവിധ പങ്കുകാരും ആവശ്യമില്ലാത്ത അത്യധികം ധന്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മൻ അമില അമലൻ അശ്റക ഫീഹി മഅയ ഗൈരി തറക്തുഹു വശിർക. ആരെങ്കിലും എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മറ്റാരെയെങ്കിലും അതിലേക്ക് പങ്കു ചേർത്താൽ അവരുടെ എല്ലാം പ്രതിഫലമോ അവരുടെ എല്ലാം അംഗീകാരമോ കയ്യടിയോ ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ചെയ്താൽ ആ കർമ്മങ്ങളെ നാം അയാളിലേക്ക് ഉപേക്ഷിച്ചിടും, അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. പരിശുദ്ധ റമളാൻ അത് നമ്മെ എങ്ങനെ പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, റമളാനും നോമ്പും നമുക്ക് പകർന്നു നൽകുന്ന ഏറ്റവും വലിയ പാഠം അതായിരുന്നു എന്ന് പറയുമ്പോൾ, നോമ്പുകാരായിരുന്നു നമ്മൾ, ആളുകൾ കാണാതെ നമുക്ക് വേണമെങ്കിൽ തിന്നുവാനും കുടിക്കുവാനും ഒക്കെ സാധിക്കുമായിരുന്നു. പക്ഷെ ആളുകളെ കാണിക്കുവാൻ വേണ്ടിയല്ല ഒരാൾ യഥാർത്ഥത്തിൽ നോമ്പുകാരനാണോ നോമ്പുകാരനല്ലയോ എന്നുള്ളത് സിർറുൻ ബൈനഹു വബൈന റബ്ബിഹി. പണ്ഡിതന്മാർ വിശദീകരിച്ചത് അയാളും പടച്ചവനും തമ്മിലുള്ള ഒരു രഹസ്യ ഇടപാടാണ്. ബാഹ്യമായി നോക്കിയാൽ നോമ്പുകാരെ പോലെ നടക്കുന്ന ഒരാൾ യഥാർത്ഥത്തിൽ നോമ്പുകാരനായിക്കൊള്ളുന്നില്ല. നമ്മുടെ കൺമുമ്പിൽ അയാൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുകയില്ല, പക്ഷെ നോമ്പുകാരനാണോ അല്ലേ എന്നുള്ളത് പടച്ച റബ്ബിനെ മാത്രമേ അറിയുകയുള്ളൂ. ലാ യത്തലിഉ അലൈഹി ഇല്ലല്ലാഹ്. അല്ലാഹ് അല്ലാത്ത ആർക്കും അറിയുവാൻ സാധിക്കുകയില്ല നമ്മൾ നോമ്പുകാരാണോ നോമ്പുകാരല്ലേ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇബാദത്തുകളിലും അതേപോലെയുള്ള എല്ലാ സൽക്കർമ്മങ്ങളിലും പടച്ച റബ്ബിന്റെ പ്രതിഫലമായിരിക്കണം നമ്മൾ ആഗ്രഹിക്കേണ്ടത്, ഉദ്ദേശിക്കേണ്ടത്. അതല്ലാത്ത വല്ല താല്പര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ, കോടികൾ ദാനധർമ്മങ്ങളായി ചെലവഴിക്കുന്ന ആളുകളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ജീവൻ തന്നെ ബലിയർപ്പിച്ച് ശത്രുക്കളോട് പോരാടുന്ന ഒരു അടർക്കളത്തിലെ യോദ്ധാവായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ധാരാളമായി ഇബാദത്തുകൾ ചെയ്യുന്ന വലിയ ഒരു ആബിദായിക്കൊള്ളട്ടെ, അയാളുടെ നിയ്യത്ത് മാറിക്കഴിഞ്ഞാൽ അയാളുടെ മനസ്സിന്റെ ഈ തേട്ടം പടച്ച റബ്ബിന് വേണ്ടി സമർപ്പിക്കുക എന്ന സംശുദ്ധമായ ഇഖ്ലാസിന്റെ ഒരു കരുത്ത് അതിനില്ലെങ്കിൽ ആ കർമ്മങ്ങൾക്കൊന്നും ഒരു വിലയുണ്ടാവുകയില്ല. റമളാൻ നമുക്ക് പകർന്നു തരുന്ന ഏറ്റവും വലിയ പാഠം അതാണ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, റുബ്ബ അമലിൻ സഗീരിൻ തുഅല്ലിമുഹു നിയ്യ. എത്ര നിസാരമായ ചെറിയ കർമ്മങ്ങളെയാണ്, നിഷ്കളങ്കമായ നിയ്യത്താണ് അയാൾക്കുള്ളതെങ്കിൽ അത് മഹത്തരമാക്കി തീർക്കുന്നത്. അതേപോലെ വറുബ്ബ അമലിൻ കബീരിൻ തുസഗ്ഗിറുഹു നിയ്യ. എന്നാൽ എത്രയോ സമ്പത്ത് ചെലവഴിച്ച് ശരീരം കൊണ്ട് കഠിനാധ്വാനം ചെയ്ത് സമർപ്പിക്കുന്ന വലിയ കർമ്മങ്ങൾ അതിനെ നിസ്സാരമാക്കി നിന്ദ്യമാക്കി കളയും നിയ്യത്ത് മാറിപ്പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായി നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലാഹു അർ റഖീബ്, പടച്ച റബ്ബ് നമ്മെ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ് എന്നുള്ള ബോധത്തോടുകൂടി, റബ്ബിന്റെ നിരീക്ഷണത്തെക്കുറിച്ചുള്ള താല്പര്യത്തോടുകൂടി കൃത്യമായി അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച ഇബാദത്തുകളാണ്, സൽക്കർമ്മങ്ങളാണ് നമ്മുടെ കൂടെയുള്ളതെങ്കിൽ അത് നമുക്ക് ഉപകരിക്കും എന്ന് പ്രതീക്ഷിക്കുവാൻ സാധിക്കും. നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ
അള്ളാഹു പ്രത്യേകം പറഞ്ഞത് അങ്ങനെയല്ലേ, അസ്സൗമു ലീ വ അന അജ്സി ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, എല്ലാ കർമ്മങ്ങളും അള്ളാഹ്ക്കുള്ളതാണ്. പക്ഷെ നോമ്പിനെ സംബന്ധിച്ച് പറയാൻ കാരണം ആ നോമ്പ് ഒരു രഹസ്യ സ്വഭാവമുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ്. പടച്ച റബ്ബിന് വേണ്ടി സമർപ്പിക്കുന്ന നിഷ്കളങ്കമായ അമലാണ് നോമ്പ്. ആ യഥാർത്ഥത്തിലുള്ള നോമ്പാണ് എങ്കിൽ യത്റുകു തആമഹു വശറാബഹു. തുടർന്നുകൊണ്ട് ആ ഖുദ്സിയായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹ് പറഞ്ഞതായി, അയാൾ അയാളുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും അന്നപാനീയങ്ങളെയും എല്ലാം ഉപേക്ഷിച്ചത് മിൻ അജ്ലി, ഞാൻ കാരണത്താലാണ്, എനിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നോമ്പ് എനിക്കാണ്, ഞാൻ അതിനുള്ള പ്രതിഫലം നൽകും എന്ന് പറഞ്ഞ ഈ ഒരു ബോധവും ശ്രദ്ധയും നമുക്കുണ്ടെങ്കിൽ നമുക്ക് സ്വയം നിയന്ത്രിക്കുവാൻ സാധിക്കും. സെൽഫ് കൺട്രോൾഡായി എവിടെയും നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും. CC ക്യാമറകളുടെ നിരീക്ഷണമില്ലെങ്കിലും പോലീസിന്റെ എത്തിനോട്ടമില്ലെങ്കിലും ആരെയും നമുക്ക് ഭയപ്പെടേണ്ടതില്ല. പടച്ച റബ്ബിനെ ഭയപ്പെടുന്ന ഒരു അവസ്ഥയും അള്ളാഹു നിതാന്ത ജാഗ്രതയിൽ സദാസമയവും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധത്തോടുകൂടി പടച്ച റബ്ബിന് ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ഇഖ്ലാസോടുകൂടി ചെറുതും വലുതുമായ ഏത് കർമ്മമാകട്ടെ സമർപ്പിക്കുവാൻ സാധിക്കുക എന്നതാണ് നോമ്പ് നമുക്ക് പകർന്നു നൽകിയ ഒരു പാഠം. മറ്റൊന്ന് സ്വബർ അഥവാ സഹനം. സ്വബർ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഹുവ ഹബ്സുൻ നഫ്സി അലാ മാ തക്റഹു. മനസ്സ് വെറുക്കുന്ന കാര്യത്തിൽ മനസ്സിന് തളച്ചിടലാണ്. വഅലാ ഖിലാഫി മുറാദിഹ, അത് താല്പര്യപ്പെടുന്നതിന് എതിരിൽ ചെയ്യലാണ്, പ്രവർത്തിക്കലാണ്. ത്വലബൻ ലിറിളല്ലാഹി വസവാബി, അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് തേടിക്കൊണ്ട്. മനസ്സ് എന്ത് ആഗ്രഹിക്കുന്നുവോ അതിന് എതിരിൽ മനസ്സിനെ അല്ലെങ്കിൽ ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന, മെരുക്കിക്കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയക്കാണ് സ്വബർ എന്ന ഭാഷയിൽ അല്ലെങ്കിൽ മതത്തിന്റെ സാങ്കേതികമായ ശബ്ദത്തിൽ പറയുക. നോമ്പിൽ ഇതിന്റെ എല്ലാ തലങ്ങളും ഏറ്റവും ശരിയായ രീതിയിൽ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വഅഫ്ളലു അൻവാഇസ് സ്വബ്ർ, മനുഷ്യ മനസ്സിന്റെ ശരീരത്തിന്റെ താല്പര്യങ്ങൾക്കെതിരായി അതിനെ അടക്കി നിർത്തുക എന്ന് പറഞ്ഞ ഈ സ്വബറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലങ്ങളെല്ലാം സമ്മേളിക്കുന്ന ഒരു ആരാധനയാണ് നോമ്പ് എന്ന് പറയുന്നത്. അസ്സിയാം ഫഇന്നഹു യജ്മഉ സ്വബ്റ അലാ അൻവാഇ സലാസ. ഈ ക്ഷമയുടെ അല്ലെങ്കിൽ സഹനത്തിന്റെ 3 തലങ്ങളാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ആ 3ഉം ഈ നോമ്പിൽ ഉണ്ട് എന്നാണ്. ലിഅന്നഹു സബ്റുൻ അലാ ത്വാഅത്തില്ല. ഒന്നാമത്തേത് പടച്ച റബ്ബിനെ വഴിപ്പെടുന്ന വിഷയത്തിൽ മനസ്സിന് താല്പര്യമില്ലെങ്കിൽ കൂടി മനസ്സിനെയും ശരീരത്തെയും അതിനെ പാകപ്പെടുത്തിയെടുക്കുക എന്ന ഒന്നാമത്തെ സബർ നോമ്പിലുണ്ട്. അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ക്ഷമിച്ച് സഹിച്ച് വിശപ്പും ദാഹവും എല്ലാം നമ്മൾ സഹിച്ച് അങ്ങനെ നോമ്പെടുക്കുന്നത്, അതേപോലെ എല്ലാ നന്മകൾക്കും നമ്മൾ പ്രചോദനമായി ആവേശത്തോടുകൂടി മുന്നിട്ട് വരുന്നത് നോമ്പിലൂടെ നമ്മൾ കണ്ടതാണ്. വസബറുൻ അൻ മഅസിയത്തില്ല. രണ്ടാമത്തേത് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ മനസ്സിന് വലിയ താല്പര്യമായിരിക്കും. ശരീരം അതിലേക്ക് കൊതിക്കുവാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുമ്പോൾ ആ താല്പര്യത്തിന് എതിരായി മനസ്സിനെയും ശരീരത്തെയും തടഞ്ഞു നിർത്തുക, പാകപ്പെടുത്തി നിർത്തുക എന്ന് പറയുന്ന രണ്ടാമത്തെ തലവും നോമ്പിൽ നമുക്ക് കാണുവാൻ സാധിക്കും. തിന്മകളോട് രാജിയാകാതെ, തിന്മകളിലേക്ക് പോകാതെ നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ കണ്ണിനെ, കാതിനെ, നാവിനെ എല്ലാറ്റിനെയും നമ്മൾ നിയന്ത്രിച്ചു നിർത്തി. അതേപോലെ തന്നെ വസബറുൻ അലാ അഖ്ദാരില്ലാഹിൽ മുഅ്ലിമ. മൂന്നാമത്തേത് ഏതാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ചില ഖലാഖദറുകൾ ഉണ്ടാകും. നമ്മുടെ മനസ്സ് കൊതിക്കുന്നതല്ല അത്, നമ്മുടെ ശരീരത്തിന് താല്പര്യമുള്ളതായിരിക്കുകയില്ല പടച്ചറബിന്റെ തീരുമാനം. എന്നാലും അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ ക്ഷമിച്ച് സഹിച്ച് നിൽക്കുക എന്ന് പറയുന്ന മൂന്നാമത്തെ തലവും, വിശപ്പിന്റെ വേദനയും മറ്റു പല പ്രയാസങ്ങളും ഒക്കെ സഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം എന്താണോ അതിന് മുൻഗണന നൽകിക്കൊണ്ട് നിൽക്കുവാൻ സാധിക്കുക എന്നത് നോമ്പിലൂടെ നമ്മൾ ശീലിച്ച മറ്റൊരു സംഗതിയാണ്. അതിലൂടെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായ ദേഹേച്ഛയെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുന്നത് എന്നതുകൂടി പണ്ഡിതന്മാർ അതിനോട് ചേർത്ത് വിശദീകരിച്ചതാണ്. നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിച്ചാൽ ആത്മനിയന്ത്രണത്തിന് നമ്മെ സഹായിക്കുന്ന ആ പരിശീലനത്തിലൂടെ, റമദാനിന്റെ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ അത് നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചാൽ നമ്മെ എല്ലാ അപകടങ്ങളിലേക്കും കൊണ്ടുപോകുന്ന ആ ദേഹേച്ഛക്കെതിരിൽ, മനസ്സിന്റെ താല്പര്യങ്ങൾക്കെതിരിൽ നിലയുറപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ഗുരുനാഥനായ അബൂ ഹാസിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി അദ്ദേഹം
പറഞ്ഞു തരുന്നത് ഖാതിൽ ഹവാക അശദ്ദ മിമ്മാ തുഖാതിൽ അദുവക്. നീ നിന്റെ ദേഹേച്ഛയോട് പോരാടണം, അതിശക്തമായി മല്ലടിക്കണം. അശദ്ദ മിമ്മാ തുഖാതിൽ അദുവക്. നിന്റെ ശത്രുവിനോട് നീ എത്ര കണ്ട് പോരാടുമോ, നീ നിന്റെ ശത്രുവിനോട് എത്ര കണ്ട് എതിരിടുമോ, അതിനേക്കാൾ ശക്തമായി നിന്റെ ദേഹേച്ഛയോട് നീ മത്സരിക്കുവാൻ, പോരാടുവാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ ജീവിതത്തിന്റെ ആത്യന്തികമായ പരീക്ഷയിൽ നിനക്ക് വിജയം നേടുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അവർ പഠിപ്പിച്ചത്. നമ്മുടെ പല ശീലങ്ങളും നമ്മുടെ പല നിത്യചര്യകളും മാറ്റാൻ കഴിയില്ല എന്ന് നമ്മൾ ആവർത്തിച്ചു പറഞ്ഞ പലതും നമുക്ക് റമദാനിലൂടെ മാറ്റിവെക്കുവാൻ സാധിച്ചു. പലരും പറയാറുണ്ട്, ഉച്ചഭക്ഷണം 2 മണിക്ക് മുമ്പേ എനിക്ക് കിട്ടിയിരിക്കണം, മാക്സിമം പോയാൽ 2 മണി, അതിനപ്പുറത്തേക്ക് പോയാൽ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ശീലിച്ച നമ്മൾ റമദാനിന്റെ പകൽ സമയത്ത് മണിക്കൂറുകളോളം ഭക്ഷണം എന്നല്ല അന്നപാനീയങ്ങളെല്ലാം ഒഴിവാക്കി നമ്മൾ ശീലിച്ചതാണ്. വേറെ ചില ആളുകൾക്ക് തീറ്റയും കുടിയുമല്ല പ്രധാനം, എനിക്കൊരു പാക്കറ്റ് സിഗരറ്റ് അല്ലെങ്കിൽ ബീഡി വേണം, അതില്ലെങ്കിൽ അത് നിർബന്ധമാണ്, എങ്കിലേ എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കൃത്യമായി ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ദേഹേച്ഛകൾക്ക് അടിപ്പെട്ടുപോയ പല ശീലങ്ങളുടെയും പിടുത്തത്തിൽപ്പെട്ടുപോയ ആളുകൾക്ക് അതിൽ നിന്നെല്ലാം മോചിതരാകുവാൻ പര്യാപ്തമാകുന്ന ആത്മനിയന്ത്രണത്തിന്റെ ഒരു പരിശീലനമായിരുന്നു പരിശുദ്ധ റമദാൻ. ആ റമദാൻ നമുക്ക് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ടോ എന്നത് റമദാനിന് ശേഷമുള്ള ഈ ശവ്വാലിലൂടെ നമ്മൾ പരിശോധിക്കേണ്ട സംഗതിയാണ്. അതേപോലെ തന്നെ ദേഹേച്ഛകൾക്ക് കടിഞ്ഞാണിടുവാൻ നമുക്ക് സാധിച്ച ആ ഒരു വ്രതാനുഷ്ഠാനത്തിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നതുപോലെ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തു നാസിആത്തിലെ 37 മുതൽ 41 വരെയുള്ള വചനങ്ങൾ, ആത്യന്തികമായ വിജയം, പരലോകത്തെ നേട്ടം അള്ളാഹു പറഞ്ഞു, അപ്പോൾ ആർ അതിർ ലംഘിച്ചു പോയോ, തെറ്റുകൾ ചെയ്യുന്നതിൽ യാതൊരു മടിയുമില്ലാതെ പടച്ചറപ്പ് നിർണയിച്ചിട്ടുള്ള അതിർത്തികളെല്ലാം ഭേദിച്ച് ആ തിന്മയിലേക്ക് പോകുന്ന ആളുകൾ ആരെല്ലാം ഉണ്ടോ, വലം യഖ്തസിർ അലാ മാ ഹദ്ദഹുല്ലാ, അല്ല നിർത്തിയെടുത്ത് നിൽക്കാതെ മനസ്സിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഏത് തോന്നിവാസങ്ങളിലേക്കും പോകുവാൻ സന്നദ്ധരായ ആളുകൾ, വആസറൽ ഹയാത്തദ് ദുനിയ, ദുനിയാവിനാണ് ഏറ്റവും വലിയ പ്രാമുഖ്യവും അവർ നൽകിയിട്ടുള്ളത്, എങ്കിൽ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ, കത്തിയാളെന്ന നരകമാണ് അവരെ കാത്തിരിക്കുന്ന സങ്കേതം എന്ന് ഖുർആൻ ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും ആ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ ദേഹേച്ഛകളെ ആര് തടഞ്ഞു നിർത്തുകയും പടച്ചറബിന്റെ മുന്നിൽ ഞാൻ നിൽക്കേണ്ടതുണ്ട് എന്ന ഭയപ്പാടോടുകൂടി ജീവിക്കുകയും ചെയ്തുവോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവർക്കുള്ളതാണ് സ്വർഗം. അപ്പോ നമ്മുടെ മനസ്സ് എന്ത് താല്പര്യപ്പെടുന്നുവോ, നമുക്ക് എന്ത് തോന്നുന്നുവോ അത് ചെയ്യലല്ല, അതിന് എതിരായി പടച്ചറബിന്റെ ഇഷ്ടത്തിന് മുൻഗണന നൽകുവാൻ സാധിക്കുന്നത് ആർക്കാണോ അവർക്കാണ് ആത്യന്തികമായ വിജയം എന്ന് ഖുർആൻ അവിടെ പറയുന്നു. സഹോദരങ്ങളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുകവലിയുടെ കാര്യം നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇനിയും റമദാനിൽ 1 മാസക്കാലം അത് ഒഴിവാക്കി ശീലിച്ച് പടച്ചറബിനെ പ്രീതിപ്പെടുത്തുവാൻ അന്നപാനീയങ്ങൾ വരെയും ഉപേക്ഷിച്ച് നോമ്പെടുത്തൊരു വിശ്വാസിക്ക് ഇനിയും അത്തരത്തിലുള്ള ദുശ്ശീലങ്ങളിലേക്ക് പോകുവാനും തുടരുവാനും എങ്ങനെ സാധിക്കും? ലഹരി ഉപയോഗിച്ചിരുന്ന ആളുകളായിരുന്നുവെങ്കിൽ, ഹലാലായ ശരീരത്തിന് ഒരു ദോഷവുമില്ലാത്ത അന്നപാനീയങ്ങൾ പോലും ഒഴിവാക്കി ശീലിച്ച ഒരു വിശ്വാസിക്ക് എങ്ങനെ റമദാനിന് ശേഷം ഇനിയും ലഹരിയുടെ അടിമയായി മാറുവാൻ സാധിക്കും? എന്ത് ന്യായമാണ് പറയുവാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അസ്കറ കതീറുഹു ഫഖലീലുഹു ഹറാം, കൂടുതൽ ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാകുന്നതിന്റെ ചെറിയ അളവും അത് നിഷിദ്ധമാണ്, പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഖുർആൻ വിശദീകരിച്ചത് എന്താണ്? 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 157-ാമത്തെ ആയത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയുഹില്ലു ലഹുമുത് തയ്യിബാത്ത്, വിശിഷ്ടമായ നന്മ നിറഞ്ഞ എല്ലാ നല്ലതും നമുക്ക് അനുവദിച്ചു തന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ, ദീനിന്റെ അധ്യാപനങ്ങൾ, എല്ലാ നല്ലതും ഗുണകരമായ സംഗതിയും നമുക്ക് തടയാത്ത അനുവദിച്ചു തന്നതാണ് മതം. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, എല്ലാ മാലിന്യങ്ങളും വൃത്തികേടുകളും പാടില്ല, തിന്മയാണ്, ഹറാമാണ് എന്ന്
വിലക്കിയതാണ് ഇസ്ലാമിന്റെ നിയമശാസനകൾ. അതുകൊണ്ട് ബുദ്ധിയും വിവേകവുമുള്ള ഒരാൾക്ക് ചേർന്നതാണോ ഈ ലഹരി ഉപയോഗവും അതേപോലെ തന്നെ പുകവലിയുടെ ദുശ്ശീലങ്ങളും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഒരു 100 രൂപ നോട്ട് കയ്യിലെടുത്ത് തീയിലിട്ട് കത്തിച്ചു കളയുന്ന ഒരാളെ കുറിച്ച് നമ്മൾ എന്ത് പറയും? അയാളുടെ ബുദ്ധിയില്ലാത്ത, അയാളുടെ വിവരദോഷത്തെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരും വാചാലരാകും. എന്നാൽ അതിനേക്കാൾ വലിയ വിവരദോഷിയും അവിവേകിയുമാണ് വാസ്തവത്തിൽ പൈസ കൊടുത്ത് അല്ലെങ്കിൽ അല്ലാതെ പുകവലിക്കുകയും അതേപോലെ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകൾ. അവരുടെ സ്വന്തം ശരീരത്തിനും പ്രകൃതിക്കുമെല്ലാം ദോഷകരമായ, ആരോഗ്യത്തിന് തന്നെ ഹാനികരമാണ് എന്ന് അതിന്റെ ബോട്ടിലിലും പാക്കറ്റുകളിലും മുദ്ര ചെയ്തിട്ടുള്ള സംഗതി പൈസ കൊടുത്ത് വാങ്ങി വലിക്കുന്ന അല്ലെങ്കിൽ ചവക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആളുകൾ ആലോചിക്കേണ്ടതുണ്ട്. സ്വന്തം ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോകുവാനാണോ? അതല്ല. പടച്ചറബിന്റെ മുന്നിൽ നാളെ പരലോകത്ത് ചെന്ന് നിൽക്കേണ്ടി വരുമെന്നതിനെ കുറിച്ച് ഓർത്ത് എല്ലാ ഇച്ഛകളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിച്ച് പടച്ചറബിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഒതുങ്ങി നിൽക്കുന്ന ഒരു ജീവിത ശൈലിയാണോ നോമ്പിനെ സംബന്ധിച്ച് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ നോമ്പിന്റെ രഹസ്യം അദ്ദേഹം പറഞ്ഞതും അങ്ങനെ തന്നെയല്ലേ. നോമ്പിൽ പ്രത്യേകമായി നമ്മളൊന്നും ചെയ്തില്ല. അതിലുള്ളത് തർക്കു മഹ്ബൂബാത്തിൻ നഫ്സ് വതലദ്ദുദാതിഹ, നമ്മുടെ ഇഷ്ടങ്ങളെ, താല്പര്യങ്ങളെ വേണ്ട എന്ന് വെക്കുകയാണ്. നമ്മുടെ മനസ്സ് കൊതിക്കുന്ന, ശരീരം ആഗ്രഹിക്കുന്ന പലതും വേണ്ട എന്ന് വെക്കുകയായിരുന്നു നോമ്പിലൂടെ. എന്തിനു വേണ്ടി? ഈസാറൻ ലി മഹബ്ബത്തില്ലാഹി വമർളാതി, പടച്ചറബിന്റെ ഇഷ്ടത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട്, അള്ളാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട്, നമ്മുടെ മനസ്സ് കൊതിച്ചിട്ടും ശരീരം ആവശ്യപ്പെട്ടിട്ടും വേണ്ട എന്ന് ശീലിച്ച നമുക്ക് അള്ളാഹ് നിഷിദ്ധമാക്കിയ ഹറാമിലേക്ക് പോകാൻ, അള്ളാഹ് നിഷിദ്ധമാക്കിയ പുകവലിയിലേക്കും അതേപോലെ ലഹരി ഉപയോഗങ്ങളിലേക്കും പോകുവാൻ വിവേകമുള്ള, ബുദ്ധിയുള്ള ആർക്കും സാധിക്കുകയില്ല എന്നത് ഒരു തിരിച്ചറിവാണ്. പക്ഷേ നോമ്പ് നമ്മെ ആ രീതിയിൽ പരിവർത്തിപ്പിച്ചില്ലെങ്കിൽ, നോമ്പ് പറഞ്ഞു തന്ന പാഠങ്ങൾക്ക് കാതുകൊടുക്കുവാനും മനസ്സ് കൊടുക്കുവാനും നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ, ആ നോമ്പിലൂടെ ഒരു മാറ്റവും നേട്ടവും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കാതെ അത് അങ്ങനെ തന്നെ അധപ്പതിച്ചു പോകുന്ന അവസ്ഥയിലായിരിക്കും. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള കരുത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ നമുക്ക് നോമ്പ് പകർന്നു തന്ന മറ്റൊരു പാഠമായിരുന്നു നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും എല്ലാറ്റിലും ഉണ്ടായിരുന്നു. നമ്മുടെ സമയക്രമത്തിൽ, ജീവിത ശൈലികളിൽ, ഇബാദത്തുകളിലെല്ലാം ഫർളുകൾക്ക് പുറമെ സുന്നത്തുകൾ കൂടി നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. നിസ്കാരത്തിന്റെ കാര്യത്തിലായിരുന്നാലും ജമാഅത്ത് നമസ്കാരത്തിന് ആ സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലും ഓടിയെത്തും. ആ ജമാഅത്ത് നമസ്കാരം ഫർളായി നമസ്കരിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുന്നും പിന്നുമൊക്കെയുള്ള റവാത്തിബ് സുന്നത്തും നമ്മൾ പരമാവധി ശ്രദ്ധിച്ചിരുന്നു. പരിശുദ്ധ ഖുർആൻ പലതവണ നമ്മളിൽ പലരും ഓതി തീർത്തു. ഇങ്ങനെയെല്ലാം നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിച്ച് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കുവാൻ റമദാനിലൂടെ സാധിച്ചുവെങ്കിൽ ആ നിയന്ത്രണങ്ങളും അടുക്കും ചിട്ടയും നിലനിർത്തുവാൻ സാധിക്കുക എന്നതാണ് നോമ്പിലൂടെ വിജയം ലഭിക്കുന്ന, നോമ്പ് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിച്ച ഒരു വിശ്വാസിയുടെ പ്രത്യേകത. അങ്ങനെ നമുക്ക് ആ നോമ്പിന്റെ ഗുണഫലം ആർജിച്ചെടുക്കുവാൻ സാധിച്ചാൽ ജീവിതത്തിൽ ഒട്ടേറെ നല്ല മാറ്റങ്ങൾ അതിലൂടെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. പൈസ ചെലവഴിക്കുന്നതിൽ മാത്രമല്ല, നമ്മൾ എല്ലാറ്റിലും ഒരു അടുക്കും ചിട്ടയും ഒരു നിയന്ത്രണവും വരുത്തുകയാണ് എങ്കിൽ, വെള്ളം ഉപയോഗിക്കുമ്പോഴും കരണ്ട് ഉപയോഗിക്കുമ്പോഴും ഒക്കെ ചില വീടുകളിലൊക്കെ ചെന്നാൽ ആവശ്യത്തിലേറെ വെള്ളം ഇങ്ങനെ ടാപ്പ് തുറന്നും അല്ലാതെയുമൊക്കെ വെള്ളം യഥേഷ്ടം, കാരണം ഇഷ്ടംപോലെ വെള്ളമുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ ആവശ്യത്തിന് ഫാനോ ലൈറ്റോ
ഓണാക്കി കഴിഞ്ഞാൽ അവരുടെ ആവശ്യം കഴിഞ്ഞ് എഴുന്നേറ്റ് പോയാലും ആ വീട്ടിൽ അങ്ങനെ ഫാൻ കറങ്ങുന്നുണ്ടാകും, ലൈറ്റ് കത്തി കിടക്കുന്നുണ്ടാകും. തമാശയായി പറയാറുണ്ട്, കറണ്ട് ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ നമ്മുടെ ഇന്ന വീട്ടിലേക്ക് നോക്കിയാൽ മതി. അതൊരു ഇൻഡിക്കേറ്റർ പോലെ ഇങ്ങനെ കത്തി നിൽക്കും. സദാസമയം 24 മണിക്കൂറും സ്വിച്ച് ഓഫ് ചെയ്യാത്ത ലൈറ്റിന്റെ ഉടമകളായി നമ്മുടെ വീടുകൾ മാറിപ്പോയി കഴിഞ്ഞാൽ ആ മാതാപിതാക്കളുടെ ശീലം മക്കൾ അങ്ങനെ ശീലിച്ചു വരുമ്പോൾ അവരും ആ രീതിയിൽ തുടരുകയാണ്. പക്ഷെ നോമ്പെടുത്ത ലക്ഷ്യം അറിഞ്ഞ് നോമ്പനുഷ്ഠിച്ച ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള എല്ലാ അനാവശ്യ ചെലവുകൾക്കും അതേപോലെ തന്നെ ദുർവിനിയോഗങ്ങൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ സാധിക്കും. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് ആവശ്യമേതാണ്, അത്യാവശ്യമേതാണ്, അനാവശ്യമേതാണ് എന്നൊക്കെ തിരിച്ചറിയുവാൻ സാധിക്കുമെന്നതാണ്. ധൂർത്തും ആഡംബരവും അനാവശ്യവും ഒക്കെ ഒരു ദുശ്ശീലമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. പക്ഷേ അതിൽ അകപ്പെട്ടതുകൊണ്ട് നമ്മളിൽ പല ആളുകളും അതിൽ നിന്നും മാറി വരുവാൻ പറ്റാത്ത രീതിയിൽ ആ ദുശ്ശീലങ്ങളിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്ക് വരുന്ന പല കടബാധ്യതകളും വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ആവശ്യവും അത്യാവശ്യവും തിരിച്ചറിയാത്തത് കൊണ്ടും അനാവശ്യത്തെ ആവശ്യമായി പരിഗണിക്കുന്നത് കൊണ്ടൊക്കെയാണ്. അങ്ങനെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത സംഗതിയാണെങ്കിൽ വേഗം പോയി വായ്പ എടുക്കും, കടം വാങ്ങും. എന്തിനു വേണ്ടി? ആവശ്യത്തിനാണോ അത്യാവശ്യത്തിനാണോ? അല്ല. ആളുകളൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ഞാനും മോശമാക്കാൻ പറ്റില്ലല്ലോ. അവരുടെ വീട് പോലെ എന്റെ വീടാകണം, അവരുടെ വാഹനം പോലെ എന്റെ വാഹനമാകണം. അവരൊക്കെ കല്യാണം നടത്തിയത്, പെരതാമസം നടത്തിയത് അങ്ങനെയാണ്, അപ്പൊ ഞാൻ അതിന്റെ താഴെ പോകാൻ പാടില്ല. ഇങ്ങനെ കിടമത്സരങ്ങൾ നടത്തി ആവശ്യത്തിനും അനാവശ്യത്തിനും കടം വാങ്ങുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമുക്ക് കയ്യിലില്ലെങ്കിലും ചെലവഴിക്കുന്നിടത്ത് യാതൊരു നിയന്ത്രണവുമില്ലാത്ത അവസ്ഥയാണ്. വലാ തുസ്രിഫു, ഖുർആൻ ശക്തമായി പഠിപ്പിച്ചൊരു സംഗതിയാണ്. നിങ്ങൾ അതിന് വിട്ട് ഒന്നും ചെയ്യരുത്. തിന്നുന്ന വിഷയത്തിൽ, കുടിക്കുന്ന വിഷയത്തിൽ, അതേപോലെ ചെലവഴിക്കുന്ന വിഷയത്തിൽ, ദാനം ചെയ്യുന്ന കാര്യത്തിൽ പോലും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും മറന്നുകൊണ്ട് കിട്ടിയതെല്ലാം സദഖ ചെയ്യുന്ന രീതി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ബാക്കി എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ? എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒളുവെടുക്കുന്ന സമയത്ത് സ്വഹാബിയായ സഅദ് റളിയല്ലാഹു അൻഹു അല്പം വെള്ളം ലാവിശായി ധാരാളിത്തത്തോടുകൂടി ഒളുവെടുത്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയത് നമ്മൾ കേട്ടതാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചത്? എന്തൊരു ധാരാളിത്തമാണ് സഅദേ ഇത്? അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിച്ചു പ്രവാചകനോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അല്ലാഹുവിന്റെ റസൂലേ, അഫിൽ വുളൂഇ സറഫുൻ യാ റസൂലല്ലാഹ്, ഒളുവെടുക്കുന്നതിലും ധാരാളിത്തം, അമിതത്വം ഇതൊക്കെയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉണ്ട്. നീ നിറഞ്ഞൊഴുകുന്ന ഒരു പുഴയുടെ ഓരത്ത് നിന്നാണ് ഒളുവെടുക്കുന്നത് എങ്കിൽ പോലും വെള്ളമുണ്ടല്ലോ, ഒളു ചെയ്യാനല്ലേ എന്ന് വിചാരിച്ചില്ല, ആവശ്യമായി ധാരാളിത്തം കാണിച്ചുകൊണ്ട് ഒളുവെടുക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പരിപാടിയല്ല എന്നാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളൊക്കെ എത്രമാത്രം പുനർവിചിന്തനത്തിന് വിധേയമാക്കണം. നമ്മൾ ചെലവഴിക്കുന്ന വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, കരണ്ട്, അതേപോലെ വെള്ളം, പൈസ, നമ്മുടെ സമയം എന്ന് വേണ്ട എല്ലാ നിഅമത്തുകളും നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. പക്ഷേ ആവശ്യത്തിനായിരിക്കണം. ആവശ്യവും അത്യാവശ്യവുമല്ലാതെ അനാവശ്യങ്ങൾക്ക് അത് ഉപയോഗിച്ചാൽ കൈകെട്ടി നിന്ന് റബ്ബിന്റെ മുന്നിൽ പരലോകത്ത് കണക്ക് പറയേണ്ടി വരും, ഉത്തരം പറയേണ്ടി വരും എന്നുള്ള കാര്യം ഖുർആൻ പഠിപ്പിച്ചതാണ്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, തീർച്ചയായും അല്ലാഹ്ക്ക് അങ്ങനെ ധാരാളിത്തം കാണിക്കുന്നവരെ ഇഷ്ടമല്ല എന്ന് ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അൻആമിലും സൂറത്ത് ആറാഫിലും. അതേപോലെ വലാ തുബദ്ദിർ തബ്ദീറ, നിങ്ങൾ ധാരാളിത്തമായി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾ അനാവശ്യമായി ചെലവഴിച്ച് അങ്ങനെ ധാരാളിത്തം കാണിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ, പിശാചിന്റെ മിത്രങ്ങളും സഹോദരങ്ങളുമാണ്. അങ്ങനെ ആർഭാടം അല്ലെങ്കിൽ ധാരാളിത്തം കാണിക്കുന്നത് വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ, പടച്ചറബിനോട് അങ്ങേയറ്റം നന്ദി കെട്ടവനാണ് പിശാച്. ആ പിശാചിന്റെ മിത്രങ്ങൾക്ക് അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ഇതേപോലെ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാനിന് ശേഷവും പഴയതുപോലെ തന്നെ ആയിക്കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ നായയുടെ വാല് കുഴലിലിട്ടാൽ 12 കാലം കുഴലിലിട്ടാലും ആ കുഴൽ വലിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയായിരിക്കും. ഇതേപോലെയാണ് നമ്മുടെ നോമ്പും റമദാനും ഒക്കെ ആയിരുന്നതെങ്കിൽ നമ്മളെ ധാരാളം ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്യേണ്ടതാണ്. നോമ്പ് നമുക്ക് അനുകൂലമായി സാക്ഷിയാകാൻ, നമുക്ക് എതിർ സാക്ഷിയായി വരാതിരിക്കാൻ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ റുബ്ബ സ്വായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഉ വൽ അതശ്. എത്രയോ നോമ്പുകാർ അവർക്ക് നോമ്പിലൂടെ വിശപ്പുണ്ടായി, ദാഹമുണ്ടായി എന്നല്ലാതെ ഒന്നും നേടിയെടുക്കുവാൻ സാധിച്ചിട്ടില്ലാത്ത ഹതഭാഗ്യരായ നോമ്പുകാരാകാതിരിക്കാൻ നോമ്പ് നമ്മളോട് പറഞ്ഞു തന്ന, നമുക്ക് ചൊല്ലിത്തന്ന ഇത്തരം പാഠങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ വലാ തകൂനു കല്ലത്തി നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാഫ. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരി അവസാനം കലമുടക്കുന്ന രീതി. മക്കയിൽ ഒരു മണ്ടിപ്പെണ്ണ്, വിഡ്ഢിപ്പെണ്ണുണ്ടായിരുന്നു എന്നാണ് മുഫസ്സിരീങ്ങൾ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ രേഖപ്പെടുത്തിയത്. അഥവാ അവളുടെ പണി എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ മുതൽ നൂല് നൂറ്റ് ശക്തമായ കയറുണ്ടാക്കും. വൈകുന്നേരമായാൽ അവളുടെ പണി അതെല്ലാം നേരെ തിരിച്ചു മടയലാണ്. അങ്ങനെ ആ നൂലുകളെല്ലാം ഉടച്ച് ആ ശക്തമായ കയർ അത് ദുർബലമാക്കി കളയും. ഇതുപോലെ വിശ്വാസികളെ, വിവേകികളെ നിങ്ങളായി പോകരുത്. റമദാനിൽ ഒരു മാസക്കാലം നിങ്ങൾക്ക് പല ദുശ്ശീലങ്ങളെയും തിരുത്തുവാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിനെ, ശരീരത്തെ നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് കഴിയും എന്ന് നിങ്ങളെ കൊണ്ട് പടച്ചറബ് കാണിച്ചു തന്നതാണ്. നമുക്ക് ഓരോരുത്തർക്കും അതിന് സാധിക്കുമെന്നത് നമ്മൾക്ക് തന്നെ അനുഭവിച്ചറിഞ്ഞ സംഗതിയാണ്. ഇനിയും ആ റമദാനിന് ശേഷം തിരിച്ചു പോകുവാനാണ് നമ്മുടെ ഭാവമെങ്കിൽ റമദാനിന്റെ മർമ്മമറിയാത്ത ഇബാദത്തായി അത് കലാശിക്കുമെന്നുള്ള കാര്യം ഗൗരവത്തോടു കൂടി നാം കാണുക. റബ്ബ് നമ്മെ എല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും ഖൈറുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ സമയത്ത് വളരെ സജീവമായി സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ നടക്കുന്ന ഒരു ചർച്ചയാണ് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച. മുസ്ലിങ്ങൾ എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ മതേതരത്വത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരും, പ്രതിപക്ഷം ഒറ്റച്ചേരിയിൽ ശക്തമായി നിലയുറപ്പിച്ചതിന്റെ നേർക്കാഴ്ചയാണ് ആ ചർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മൾ കണ്ടത്. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അത് അവസാനിപ്പിക്കുവാൻ സാധിക്കുമെന്ന് കരുതിയ, എല്ലാവിധ ആനുകൂല്യങ്ങളും ഉണ്ടായിരുന്ന ഭരണപക്ഷത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് മണിക്കൂറുകൾ നീട്ടി 10-12 മണിക്കൂറുകൾ വരെയും ആ ചർച്ച നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു നന്മയായി നമ്മൾ അതിനെ കാണണം. പക്ഷെ പലപ്പോഴും പല നെഗറ്റീവുകൾ ചകഞ്ഞു നോക്കി അതിനെതിരിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് പല ആളുകളും സഭയിലെത്തിയില്ല, പലരും മിണ്ടിയില്ല. ഇതൊക്കെ വലിയ ചർച്ചയാക്കി വരുമ്പോൾ ആരായിരുന്നു സഹോദരങ്ങളെ അവിടെ സംസാരിച്ചത്? മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് എങ്കിലും മുസ്ലിങ്ങളുടെ മാത്രമല്ല ഈ വിഷയം. ഇന്ത്യൻ പൗരന് ഭരണഘടന നൽകുന്ന ആ അവകാശങ്ങളെ സംരക്ഷിക്കുക എന്നത് ആത്മാർത്ഥമായി, ആദർശമായി നെഞ്ചിലേറ്റിയ അമുസ്ലിങ്ങളായ പലരുമായിരുന്നു സഭയിൽ നമുക്ക് വേണ്ടി സംസാരിച്ചത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കാതെ വൈകാരികമായി പലതരത്തിലുള്ള സംസാരങ്ങളും കമന്റുകളും നടത്തി നമുക്ക് നേരെ അനുകൂലമായ മനസ്സുമായി വരുന്നവരെ കൂടി ശത്രുക്കളാക്കി മാറ്റുന്ന ഒരു സമീപനം വിശ്വാസികളായ, വിവേകികളായ ഒരാളുടെയും നാവിൽ നിന്നും പേനയിൽ നിന്നും ഉണ്ടാകരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ നാടിനെ ഏറ്റവും നല്ല രീതിയിൽ നിലനിർത്തുവാനും നമുക്ക് അനുകൂലമായ ഇസ്ലാമികമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ഒരു മുസ്ലിമായി, ഒരു ഇന്ത്യൻ പൗരനായി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യവും സൗകര്യങ്ങളും തുടർന്നും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദീനിന്റെ പേരിൽ പരീക്ഷിക്കപ്പെടുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു ആശ്വാസവും സമാധാനവും സഹായവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും അവരെയും പടച്ചറബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد
വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.